ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊക്വേ ചാനൽ. 2026 റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ മലയാള ഭാഷാ ചലച്ചിത്രമാണ് അനോമി. സംവിധാനം ചെയ്തിരിക്കുന്നത് റിയാസ് മാറത്താണ്. സംവിധാനം മാത്രമല്ല, റിട്ടൺ, സ്ക്രീൻ പ്ലേ, സ്റ്റോറി എല്ലാം റിയാസ് മാറത്ത് തന്നെയാണ്. ലീഡ് റോൾസിലെത്തുന്നത് ഭാവനയും റഹ്മാനുമാണ്. കൂടാതെ മറ്റ് കഥാപാത്രങ്ങളായ ബിനു പപ്പു, അർജുൻ ലാൽ, ഷെബിൻ എന്നിങ്ങനെ ദൃശ്യ രഘുനാഥ് ഇവരൊക്കെ ഉണ്ട് സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത് ഹർഷവർദ്ധൻ രാമേശ്വറാണ്. നിങ്ങൾക്കറിയാം, സന്ദീപ് റെഡ്ഡി വാങ്കയുടെ സിനിമയിൽ അർജുൻ റെഡ്ഡി തൊട്ട് അനുമൽ വരെ മ്യൂസിക് ചെയ്ത പുള്ളി ഹർഷവർദ്ധൻ. അപ്പോൾ ആ പുള്ളിയാണ് ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എഡിറ്റിംഗ് വരുന്നത് കിരണാണ്. ആൻഡ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത് സുജിത്താണ്. ഈ സിനിമയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ, ഈ സിനിമയിലെ വൺ ഓഫ് ദ പ്രൊഡ്യൂസറായിട്ട് ഭാവനയും എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു ടിപ്പിക്കൽ സ്റ്റോറി തന്നെയാണ്. എന്നിരുന്നാലും ബോറടിക്കാതെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മേക്കിങ്ങിൽ ഒരു റിച്ച് ക്വാളിറ്റിയിലുള്ള ഒരു പടം. അതായത് ഒരാളെ കാണാതാകുന്നു, അതുമായിട്ട് ഒരു തിരോധാനം നടക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസും ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളായിട്ട് നടക്കുന്നു. അപ്പോൾ ഭാവനയ്ക്ക് ഇതിലൊരു സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ്. ഭാവന നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ നല്ല സിനിമകൾ ചെയ്യട്ടെ, നല്ല റോൾസുകളൊക്കെ ഭാവനയ്ക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല റോള് തന്നെയാണ് ഭാവന ചെയ്തത്. അതും നല്ല ക്ലാരിറ്റിയോടെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഭാവന നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയിൽ. മെയിൻ റോള് തന്നെയാണ്. പിന്നെ എനിക്ക് ആ ഫസ്റ്റ് ഹാഫിൽ വരുമ്പോൾ ഭാവനയും കൂടെ ഒരു പുള്ളിയായിട്ടുള്ള കുറച്ച് ലെങ്തി ഡയലോഗ്സ് ഉള്ള റോൾസ് ഒക്കെ ഉണ്ട്. അത് കുറച്ച് ട്രിം ചെയ്ത് കുറച്ച് അത്രയും ട്രിഗർ ചെയ്യിപ്പിക്കാതെ കുറച്ചുകൂടെ അത് ആ ഒരു ലെങ്ത് കുറപ്പിക്കാമെന്നൊരു തോന്നൽ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ സീനൊന്നുമില്ല, പടം സൂപ്പർ തന്നെയായിരുന്നു. പിന്നെ റഹ്മാനിലേക്ക് വരുമ്പം, റഹ്മാൻ ഒരു ക്രൈസി പോലീസ് ഓഫീസറാണ്. റഹ്മാൻ അറിയാലോ, റഹ്മാനെ സത്യം പറഞ്ഞ ഒരു അണ്ടർ റേറ്റഡ് ആക്ടറാണ്. പുള്ളിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. നല്ല സിനിമകൾ പക്ഷെ ഒരുപാടൊന്നും വരുന്നില്ല. ഒരു അണ്ടർ റേറ്റഡ് ആക്ടറാണ്. അപ്പോൾ പുള്ളി ഇതിൽ നന്നായിട്ട് എന്താ പറയുക, ഒരു പോലീസുകാരന്മാരുടെ നീയൊക്കെ എന്തോ അങ്ങനെയൊക്കെ ഒരു ക്രേസി പോലീസ് ഓഫീസറായിട്ടാണ്. അപ്പോൾ സിനിമ ഇത് തന്നെയാണ്. എല്ലാ സിനിമയിലും നമ്മൾ കാണുന്ന പോലെ എന്തിനു ചെയ്തു, ആര് ചെയ്തു എന്നുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സിനിമയിൽ വരുന്നത്. ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിലും വരുന്നത് സിനിമ മൊത്തത്തിൽ. പിന്നെ ഇതിൽ അർജുൻ ലാൽ, ഈ തന്മാത്രയിൽ സിനിമയിൽ അഭിനയിച്ച ഒരു പുള്ളിയാണ്. അപ്പോൾ അർജുൻ ലാലൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയൊക്കെ എത്ര കിടിലനായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ബിനു പപ്പു ഉണ്ട്, ഫോറൻസിക് ഓഫീസറായിട്ട് വരുന്നുണ്ട് നന്നായിട്ട്. അതായത് ഈ സിനിമയിൽ എല്ലാവരും അവരുടേതായ റോളുകൾ വളരെ നല്ല മികച്ച രീതിയിൽ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേക്കിംഗ് ആണ്. അതായത് റിയാസ് മാറത്ത് പുള്ളിക്ക് സാധനം ചെയ്യാൻ അറിയാം. അതായത് പുള്ളിക്ക് ഒരു നല്ലൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വന്നാൽ കിടിലനായിട്ട് മേക്ക്. അതായത് ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ വരുന്ന ഒരു പോർഷൻസ് ഒക്കെ ഉണ്ട്, ഒരു റിച്ച് ക്വാളിറ്റി, ഒരു ഹോളിവുഡ്. അതായത് ഹോളിവുഡ് ആണെന്നല്ല പറയുന്നത്, നമ്മൾ ഹോളിവുഡ് സിനിമയിൽ കുറച്ച് സീൻസ് അല്ലെങ്കിൽ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണുമല്ലോ, അതുപോലെയൊക്കെ നമുക്ക് തോന്നി പോകും. പിന്നെ ഇതിലൊരു ബൈക്ക് ചേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി 100% ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഇനിയും നല്ലൊരു പണി അറിയാവുന്ന, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പുള്ളിക്ക് നല്ലൊരു മേക്കിംഗ് ക്വാളിറ്റിയിൽ സിനിമ റിലീസ് ചെയ്യാൻ കഴിയും. റിയാസ് മാറത്ത് ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് പുള്ളിക്കാരൻ. പിന്നെ വരുമ്പോൾ ഇതിൽ ഈ സിനിമയിലെ എഡിറ്റിങ്, അതായത് ഒരു പെട്ടെന്നുള്ള കട്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. സഡനായിട്ട് ടൺ 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 അങ്ങനെ സഡനായിട്ടുള്ള കട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അത് കിരൺ നല്ലതായിട്ട് തന്നെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി സൂപ്പറായിട്ട് തന്നെ സുജിത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് വരുന്നത് ഹർഷവർദ്ധനാണ്. അപ്പോൾ ഇതിൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇതിൻ്റെ ഒറിജിനൽ സ്കോറായിട്ട് ഒരു 3-4 സ്കോറുകളൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല പെട്ട സാധനങ്ങളൊക്കെ ആയിരുന്നു ഹർഷവർദ്ധൻ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയ ഒരു സിനിമ തന്നെയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നും. കാരണം ഒരു മലയാള സിനിമയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതൊരു അപ്രിഷിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഭാവനയുടെ പെർഫോമൻസും റഹ്മാന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. അതേപോലെ തന്നെ അർജുൻ ലാലിൻ്റെ. അപ്പോൾ ഭാവനയ്ക്കൊക്കെ ഇനിയും നല്ല സിനിമകൾ വരട്ടെ, നല്ല ക്യാരക്ടർ റോൾസ് വരട്ടെ. ഇതുപോലുള്ള എന്താ ലീഡ് ഓറിയന്റഡ് ആയിട്ടുള്ള പടങ്ങളൊക്കെ വരുമ്പോൾ പുള്ളിക്കാരിയൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇതും ഒരു സീരിയസ് പടമാണ്, കോമഡി പടമൊന്നുമല്ല, ഒരു സീരിയസ് പടമാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു സൗണ്ടുള്ള ഒരു തിയേറ്ററിലൊക്കെ പോയി കണ്ട നല്ല വൈബായിട്ട് പോയി കണ്ട ഒരു നല്ലൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും അനോമിക്ക്. കാരണം ഞാൻ പറഞ്ഞില്ല, ആ ഒരു ക്വാളിറ്റി അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു മേക്കിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പം
ആ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് അവർ ലെങ്തി ഡയലോഗ്സ് മാറി മാറി സംസാരിക്കുന്ന അതിൽ കുറച്ച് മാറ്റം വരുത്തിയിരുന്നെങ്കിൽ ഇപ്പോഴും ഒരുപാട് മോശം അല്ലെങ്കിൽ മോശമായെന്നല്ല, കുറച്ചുകൂടെ ബെറ്റർ ആയതിനെ എന്നൊരു ഓപ്ഷൻ എനിക്ക് പേഴ്സണലി ഉണ്ട്. മൊത്തത്തിൽ അനോമി ഒരു നല്ല ഒരു കിടിലൻ മേക്കിംഗ് ക്വാളിറ്റി ഉള്ള ഒരു നല്ലൊരു പടം.